അതായത് ഇപ്പോഴും തലാലിന്റെ കുടുംബം മാപ്പ് നമുക്ക് അങ്ങനെ ഒരു വാക്കുപോലും ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെ? മാപ്പ് നൽകാൻ സന്നദ്ധരാകുന്നു എന്ന് പോലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ലല്ലോ. കാരണം ഇതിലിനിയിപ്പം എനിക്ക് തോന്നുന്നു ഈ ഘട്ടം എന്ന് പറയുന്നത് ഉപാധികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമാകാനുണ്ട് എന്നുള്ള ഘട്ടത്തിൽ മാത്രമാണ്. പക്ഷേ ശിക്ഷ വേണമോ വേണ്ടയോ, വധശിക്ഷ ഒഴിവാക്കി എന്നതിനപ്പുറത്തേക്ക് കുടുംബം അവർക്ക് മാപ്പ് നൽകുന്നു, വെറുതെ വിടുന്നു, ആ രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ. ധന്യ, ആ കുടുംബം മാപ്പ് നൽകിയാൽ സംഭവിക്കാനിരിക്കുന്നത് നിയമശിക്ഷയുടെ വധശിക്ഷ റദ്ദാക്കുക എന്നത് മാത്രമാണ്. പിന്നീട് സ്വാഭാവികമായിട്ടും കോടതിയുടെ നടപടിക്രമങ്ങൾ അനുസരിച്ച് അവിടെ ഒരു ആ കേസിനുള്ള ശിക്ഷ വിധിക്കണം. അത് പിന്നെ ജീവപര്യന്തമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർഷമായിരിക്കാം. അതിനനുസരിച്ച് നമുക്കറിയാം അബ്ദുറഹീം കേസ് വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് അബ്ദുറഹീമിന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെട്ടയാളുടെ കുടുംബം മാപ്പ് നൽകിയതിനെ തുടർന്ന് വധശിക്ഷ റദ്ദാക്കി. പിന്നീട് കോടതി ശിക്ഷ വിധിച്ചു. ആ ശിക്ഷ എന്ന് പറയുന്നത് ഇയാൾ ജയിലിൽ കിടന്ന വർഷത്തേക്കാൾ 1 വർഷത്തേക്കാൾ കൂടുതലാണ്. അതുകൊണ്ടാണ് അടുത്ത വർഷം ജൂലൈയിലായിരിക്കും റഹീം മോചിപ്പിക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കേസിൽ ഈ നടപടിക്രമങ്ങൾ, കോടതിയുടെ നടപടിക്രമങ്ങൾ സാങ്കേതികമായി പൂർത്തിയായി കഴിഞ്ഞാൽ അത് പൂർത്തിയാവുന്നതോടുകൂടി വധശിക്ഷ റദ്ദാവും. പിന്നെ കോടതി ആ കേസ് ക്രിമിനൽ കേസായിട്ട് തന്നെ അല്ലെങ്കിൽ വധശിക്ഷ ഒഴിവാക്കിയുള്ള ശിക്ഷ എന്താണോ വിധിക്കുക എന്നതനുസരിച്ചിരിക്കും. ഇപ്പോൾ തന്നെ 2020 മുതൽ 5 വർഷത്തോളമായി നിമിഷപ്രിയ ജയിലിലാണ്. ഒരുപക്ഷെ അതിൽ താഴെയുള്ള ശിക്ഷയാണ് ആ കുറ്റത്തിന് നിലവിൽ വിധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വളരെ പെട്ടെന്ന് തന്നെ മോചനം സാധ്യമാകും. അല്ലെങ്കിൽ 1-2 വർഷം കൂടെ ജയിലിൽ കിടന്നതിന് ശേഷമായിരിക്കും വരേണ്ടി വരിക. ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും ആശങ്കിച്ചിരുന്ന ഒരു കാര്യം, വധശിക്ഷ എത്രയും പെട്ടെന്ന് നടപ്പാകുമോ, അല്ലെങ്കിൽ ഈ ഒരു മധ്യശിക്ഷ വിജയിക്കാതെ പോയാൽ വധശിക്ഷ റദ്ദാകുമോ എന്നുള്ള അല്ലെങ്കിൽ നടപ്പിലാകുമോ എന്നുള്ളതായിരുന്നു ആശങ്ക. അതിൽ നിന്ന് ഒരു പക്ഷേ ആണ് നമുക്ക് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരന്റെ, അതായത് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് അൽ മഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വി വിൽ make clear here what need to be clarified and we will respond only to what we mean, not to everything that is said. We are clearer than to justify and more believable than to argue in every direction എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരുത്തുന്നത്. അതായത് ഒറ്റയടിക്ക് മാപ്പ് നൽകി എന്നുള്ള കാര്യം അദ്ദേഹം പിന്നെ എന്ത് ചെയ്യുന്നില്ല, പൂർണ്ണമായി സമ്മതിക്കുന്നില്ല. അതേസമയം മധ്യസ്ഥ കാര്യത്തിൽ മധ്യസ്ഥ വെറും മധ്യസ്ഥ ചർച്ചകൾ ആദ്യഘട്ടത്തിന്റെ മധ്യസ്ഥ ചർച്ച മാത്രമല്ല, സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത ഒരു മധ്യസ്ഥ ചർച്ചയാണ്. അക്കാര്യത്തിൽ ഒരു ധാരണയായതുകൊണ്ടാണ് വധശിക്ഷ നമുക്ക് താൽക്കാലികമായിട്ടെങ്കിലും നിർത്തിവെച്ചിരിക്കുന്നു എന്ന ഘട്ടത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ പറ്റുന്നത്. അതേസമയം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് ഈ പറയുന്ന പോലെ മാപ്പ് നൽകിയെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുന്നുമില്ല എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇക്കാര്യത്തിൽ നമുക്ക് മധ്യസ്ഥരം ലഭിക്കുന്ന വിവരം, അതോടൊപ്പം തന്നെ നിമിഷ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനങ്ങളുടെ വിഷയം വധശിക്ഷ റദ്ദാവാൻ സാധ്യത എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചർച്ചകളിൽ ഒരു ഘട്ടത്തിലേക്ക്, ഒരു പുതിയൊരു ഘട്ടത്തിലേക്ക് സർക്കാരിന്റെ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത ചർച്ചകളിൽ ഒരു അന്തിമ ധാരണയിലേക്ക് എത്തിയായിട്ടുള്ള സൂചനകൾ വരുന്നു. മധ്യസ്ഥർ അത് പോസിറ്റീവായി തന്നെ കാണുന്നു. അതിന്റെ നിയമസെല്ലും ഇക്കാര്യത്തിൽ വളരെ പോസിറ്റീവായി കാണുന്നു. റദ്ദായി എന്ന രീതിയിലേക്ക് ഘട്ടത്തിൽ പറയാൻ കഴിയില്ല. കാരണം ഈ ധാരണയായിട്ട് നിലനിൽക്കുകയും അത് കോടതിക്ക് മുന്നിൽ വരികയും ചെയ്യണം. വന്നാൽ മാത്രമേ വധശിക്ഷ റദ്ദാകൂ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ തലാൽ കൊല്ലപ്പെട്ട അദ്ദേഹത്തിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് അൽ മഹദി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്, പിന്നെ ഇക്കാര്യത്തിൽ ക്ലാരിഫിക്കേഷൻ ഉണ്ട്, ഞങ്ങൾ ക്ലാരിഫിക്കേഷൻ വരുത്തും എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്തായാലും അദ്ദേഹം കാരണം നമുക്കറിയാം ഇത് ഒരു അദ്ദേഹമാണ് ഇതിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നതെങ്കിൽ പോലും വലിയ കുടുംബമാണ്, വലിയ ഗോത്രമാണ്. അക്കാര്യത്തിൽ തലാലിന്റെ കേസിൽപ്പെട്ട പ്രതികൾക്കൊന്നും പിന്നെ മാപ്പ് കൊടുക്കരുതെന്ന് വലിയൊരു ആവശ്യം അവരുടെ കുടുംബത്തിൽ നിലനിൽക്കുന്ന സാഹചര്യം. മാത്രമല്ല വളരെയധികം പിന്നെ സെൻസിറ്റീവായ ഒരു കേസ് എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹം കൂടി പങ്കെടുത്ത ചർച്ചയാണെങ്കിൽ ആ കാര്യത്തിൽ കുടുംബത്തിലേക്ക് ഒരു കൺസെൻസസ് ഒരു അവരുടെ ഇടയിൽ കൂടി ഒരു ധാരണ ഉണ്ടാക്കാൻ ഒരു പക്ഷേ സമയം എടുക്കുമെന്നാവാൻ നമ്മൾ കരുതുന്നു. നിലവിൽ അദ്ദേഹം അത് മാപ്പ് നൽകി എന്ന കാര്യം ഫേസ്ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ല. അതേസമയം സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുത്ത മധ്യസ്ഥ ചർച്ചകളിൽ ലഭിക്കുന്ന വിവരം ഒരു ധാരണയിലേക്ക് കുടുംബം എത്തി എന്നുള്ള, മാപ്പ് നൽകാനുള്ള ധാരണയിലേക്ക് എത്തിയെന്നാണ്. വധശിക്ഷ റദ്ദായിരിക്കും എന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ബാക്കിയൊക്കെ കോടതി നടപടികളുടെ ഭാഗമാണ്. സങ്കീർണമായ MLA നടക്കുന്ന സങ്കീർണമായ കോടതി നടപടികളുടെ ഭാഗമാണ്. അതുകൂടി പൂർത്തിയായാൽ മാത്രമേ ഇക്കാര്യത്തിൽ ഉറപ്പുവരുത്താൻ പറയുന്നുള്ളൂ. എന്തായാലും നിർണായകമായ പുരോഗതി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. വധശിക്ഷ റദ്ദാക്കാൻ കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മധ്യസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം.
യെസ് അസ്ലം, മറ്റൊരു കാര്യം അന്നുണ്ടായിരുന്ന കൊലപാതകങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ട് കാന്തപുരത്തിന്റെ ഇടപെടൽ അതിനെ എല്ലാവരും പ്രശംസിക്കുമ്പോൾ അതേസമയം തന്നെ കേന്ദ്ര സർക്കാർ ഏത് തരത്തിൽ ഇടപെട്ടു എന്നൊക്കെയുള്ള കാര്യം പിന്നീട് അത് കോടതിയിൽ അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താനൊന്നും സാധിച്ചിരുന്നില്ല. എങ്കിൽ പോലും അത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇതിൽ എന്തെങ്കിലും നീക്കങ്ങൾ കാന്തപുരത്തിന്റെ ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് നടക്കുന്നുണ്ടോ? അല്ല, ഇക്കാര്യത്തിൽ മധ്യസ്ഥ ചർച്ചകൾക്ക് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നോട്ട് പോക്ക് കഴിയുള്ളൂ. തന്നെ നമുക്ക് ഇതിൽ കാര്യത്തിൽ ഒറ്റ കാര്യം മാത്രമാണ് നിമിഷപ്രിയയുടെ റദ്ദാക്കുന്നതിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്ന നിർണായക ഘടകം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം, ഒരേ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം ഈ പ്രതിയായി ഇപ്പോൾ നിൽക്കുന്ന നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുന്നു. ആ മാപ്പ് നൽകുക എന്ന് പറയുന്നത് ആ കുടുംബം എടുക്കേണ്ട തീരുമാനമാണ്. അതിലേക്ക് എത്തിക്കുന്നതിന് ഇതുവരെ ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചർച്ചകൾ ആദ്യം അവിടുന്ന് ആക്ഷൻ കൗൺസിൽ തന്നെ പലരെയും നിയോഗിച്ച് മറ്റൊക്കെ ചർച്ചകൾ നടത്തിയെങ്കിലും ആ കുടുംബത്തിന് ചർച്ചകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ